അസ്സലാമു അലൈക്കും. കാൽപാദം സുബർക്കമൻ നബിയോരു അരുളിയ പരിശുദ്ധ ജന്മമാണിന്നെൻ്റെ പൊന്നുമ്മ. അപ്പോൾ എല്ലാവർക്കും അപ്പനും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 3-4 ദിവസമായിട്ട് പനിച്ച് കിടപ്പിലായിരുന്നു എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 3-4 ദിവസമായിട്ട് പാട്ടൊന്നും പാടിയിട്ടില്ല. കാരണം മക്കൾക്കൊക്കെ പനി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു വികാരം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക, തിരുവനന്തപുരത്തോ കൊല്ലത്തോ എവിടെയായിട്ട് ക്യാൻസറായ ഒരു ഉപ്പാനെ മക്കൾക്ക് ആർക്കും വേണ്ട. കാരണം ഉപ്പാൻ്റെ മുതലൊക്കെ വാങ്ങി കൂട്ടിയിട്ട് അതൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് ഉപ്പാക്ക് അസുഖമായപ്പോൾ ഉപ്പാനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം എന്തൊരു നാടില്ലേ, എന്തൊരു ജന്മല്ലേ ഇവരൊക്കെ. ഈ മക്കളൊക്കെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഉയിര്. അപ്പോൾ എന്തായാലും ഇന്ന് അവരെക്കുറിച്ചിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഓക്കെ. കാൽപാദം സുബർക്കമൻ നബിയോരു അരുളിയ പരിശുദ്ധ ജന്മമെൻ്റെ പൊന്നുമ്മ. രാപ്പകൽ എനിക്കായി കൂട്ടിരുന്നു സഹനക്കടലാ. കാൽപാദം സുബർക്കമൻ നബിയോരു അരുളിയ പരിശുദ്ധ ജന്മമാണെൻ്റെ പൊന്നുമ്മ. രാപ്പകൽ എനിക്കായി കൂട്ടിരുന്ന സഹന കടലാ. കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അപ്പോൾ ഉമ്മാനെയൊക്കെ കുറിച്ച് പാടുമ്പോൾ എന്തൊരു മനസ്സിന് വല്ലാത്തൊരു സുഖവും സന്തോഷമൊക്കെയാണ് അല്ലേ. കാരണം നമുക്ക് ഉമ്മ, അമ്മ, അച്ഛൻ, ഉപ്പ എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഇതല്ലേ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. കാരണം ഉപ്പാനെയും ഉമ്മാനെ കത്തികാട്ടി സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയാം. അവരൊക്കെ മടിയിൽ ഒരു നേരം ഒന്ന് തല വെച്ച് കിടക്കുക എന്നുള്ളതൊക്കെ അത് വല്ലാത്തൊരു അനുഭവമല്ലേ അതൊക്കെ. അങ്ങനെ കടന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് ഉപ്പ എന്ന് പറയുമ്പോൾ, കാരണം ഉപ്പ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. ഉപ്പമാരെന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഉപ്പ. ഉപ്പ കൊണ്ടുതരുന്നത് നല്ല രീതിയിൽ വെച്ച് വിളമ്പി തരുന്ന നമ്മുടെ മക്കൾ എല്ലാവരും. ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചതിന് ശേഷം കഴിക്കുന്ന, നമ്മൾ കഴിച്ച പാത്രത്തിൽ കഴിക്കുന്ന ഒരാളാണ് ഉമ്മ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെയൊക്കെ മഹത്വം എന്താണെന്നുള്ളത്. ഒരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ മഹത്വം എന്താണെന്നുള്ളത്. ഓക്കെ. എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. നേരിലോതി തന്നെൻ്റെ ഉയിരാണെൻ്റെ ഉപ്പ. നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടിയുപ്പ. നേരിലോതി തന്നെൻ്റെ ഉയിരാണെൻ്റെ ഉപ്പ. നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടിയുപ്പ.
എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. അപ്പോൾ ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെയല്ലേ? അപ്പം ഉപ്പാനെയും ഉമ്മാനെയും അധികമായിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം അവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം എനിക്ക് അവരെ സ്നേഹിക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പറയുന്നതാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് അവരെ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.